താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വെച്ചു. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വെച്ചു. നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വെച്ചു, എൻ്റെ ഹൃദയത്തിലെടുത്തു വെച്ചു. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തും മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. മാധവം മാഞ്ഞുപോയി, മാമ്പൂ കൊഴിഞ്ഞുപോയി, പാവം പൂങ്കുയിൽ മാത്രമായി. മാധവം മാഞ്ഞുപോയി, മാമ്പൂ കൊഴിഞ്ഞുപോയി, പാവം പൂങ്കുയിൽ മാത്രമായി. പണ്ടെന്നോ പാടിയ പഴയൊരാ പാട്ടിൻ്റെ ഈണം മറന്നുപോയി, അവൻ പാടാൻ മറന്നുപോയി. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. ആരൊക്കെ ഒരുക്കങ്ങളൊക്കെ ഇടവരെയായി? അമ്പലത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ഒരുക്കങ്ങളൊന്നും ഇല്ല. കുമാരൻ നേരെ എവിടേക്ക് പുറപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഞാൻ ബൽഗാമിലേക്കാ. കേണൽ ചൗധരിയുടെ മകന്റെ കല്യാണം. ഞാൻ ചെല്ലണമെന്ന് നിർബന്ധമാണ് എഴുതിയിരിക്കുന്നു. എന്നിട്ട് എന്ന് വരും? ഞാനത് ബസ്മതിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒഴിവാക്കാൻ വയ്യാത്ത കേസായി പോയി, അതുകൊണ്ട്. അത് പറ്റില്ല, ഞങ്ങൾക്ക് പിന്നെ ആരാ എവിടെ ഒരു ധൈര്യത്തിന്? എല്ലാം മംഗളായിട്ട് നടക്കുന്നേ. ആ ട്രെയിനിന് സമയമായി, ഞാൻ കഴിയുന്നത് തിരിച്ചു വരാം. പിന്നെ ഭാര്യയെ കാര്യമായിട്ട് ക്ഷണിച്ചിട്ട് ഓരോ ഗ്ലാസ് ചായയും കുടിച്ചിട്ട് പോയാ മതി. വരട്ടെ വരട്ടെ ചേച്ചി. പറഞ്ഞേട്ടോ. ഡ്രൈവർ വണ്ടി എടുത്ത്. മിസ്റ്റർ കരുണാകരൻ നായർ. കുമാരൻ നായർ. സോറി, കുമാരൻ നായർ. ബിസിനസ് ഒക്കെ എങ്ങനെ? ഗംഭീരമായിട്ട് നടക്കുന്നു. നമ്മുടെ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ വെച്ച് നടത്തുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ ഇപ്പൊ ഈ നടന്ന് എന്റെ ഈ കാറ് കേടായി. അപ്പൊ ഈ റെയിൽവേ സ്റ്റേഷൻ വരെ. അപ്പൊ ഞാൻ കൊണ്ടുവിടാം. സാരമില്ല, നടക്ക. ഞാൻ കൊണ്ടുവിടാമെന്നേ. റെയിൽവേ സ്റ്റേഷൻ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ കൊണ്ടാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വാക്കബിൾ ഡിസ്റ്റൻസ്. അത് മാറും. ഓക്കെ. അല്ല, ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? കുഴപ്പമില്ലെന്നേ. എനിക്ക് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനില്ല. അതെ, എന്റെ ഒരു ഫ്രണ്ടാ ഇവിടുത്തെ ഇൻസ്പെക്ടർ. വാ വന്നാട്ടെ. ടൈം കുഴപ്പമില്ലെന്ന് സാർ, എനിക്ക് സമയമെടുത്തു. അതേ, സമയം അടുത്തുന്നേ. വാ ഇൻസ്പെക്ടർ, ഇതാ ഞാൻ പറഞ്ഞ ആള്, കുമാരൻ നായർ. പോലീസ് വേഷം, പട്ടാള വേഷം. എന്താ കേസ്? ഒന്നല്ലടാ, ഒരുപാടുണ്ട്. നിന്നെ എന്റെ കയ്യിലേക്ക് കിട്ടാൻ കാത്തിരിക്കായിരുന്നില്ലേ? അവളെ പോടെ. എടാ, നിന്നെ ഞാൻ എത്ര കാലം അന്വേഷിച്ച് നടക്കണമെന്ന് അറിയാമോ? നീ പോലീസുകാരന്റെ കണ്ണി പൊടിയിട്ട് രക്ഷപ്പെടല്ലടാ റാസ്കൽ.
ഇതുപോലെ വേഷം കെട്ടി എത്ര മോഷണം നടത്തി, എത്ര കൊലപാതകം നടത്തി, എല്ലാം ഞാൻ തെളിയിക്കൂടാ. നീ കുടിച്ച മുലപ്പാൽ ഞാൻ ഇടിച്ച് പുറത്തു കൊണ്ടുവരും. പറയടാ, നീ റിപ്പറല്ലേ? അല്ലേ റിപ്പറോ? ഞാൻ നിന്റെ മീശ കണ്ടാൽ അറിയാവടാ നീ റിപ്പറാണെന്ന്. ആ ഇൻസ്പെക്ടർ, ഞാൻ ഇറങ്ങുന്നു. നിങ്ങൾക്ക് ഒരുപാട് കേസ് കളിക്കാൻ കാണുമല്ലോ. ഞാൻ എന്ത് ആ പിന്നെ എന്റെ ചെക്കിന്റെ കാര്യം ശരിയായില്ലെന്ന് അറിയിച്ചേക്കണം. ശേഷം ആ, ഇവിടെ വാടാ. റിപ്പറാണെന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടത് എന്റെ പ്രമോഷന്റെ പ്രശ്നമാടാ. നിന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. പറയടാ, നീ റിപ്പറല്ല അല്ലേ? പറയല്ലേ? അല്ലടാ. ഞാൻ റിപ്പറാ. ഞാൻ തന്നെ റിപ്പറാ. സാറിനെ വിളിപ്പിച്ചത് പുതിയ വല്ല നിർദ്ദേശങ്ങൾക്കും ആണെങ്കിൽ. ആ കള്ളൻ കുമാരൻ നായരെ പിടിച്ചു. എന്നിട്ട് ആ തെണ്ടിയെ ഇടിച്ച് ചമ്മന്തിയാക്കാൻ പോലീസിനോട് പറഞ്ഞു. അയാൾ ഒന്നും പറഞ്ഞില്ലേ? ആദ്യം കുറെ ഇടിക്കട്ടെ കള്ള റാസ്കൽ. വിവരങ്ങൾ അറിയിക്കാൻ ഇൻസ്പെക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഉടനെ അറിയും. ഇനി അധികം സമയമില്ല. ഒരു 10,000 രൂപ കൂടി വേണല്ലോ എന്റെ ഈശ്വര. എന്താ വിശ്വം? തീരെ പ്രതീക്ഷിച്ചതല്ല. എന്തു പറ്റി കുഞ്ഞെ? അച്ഛനും അമ്മയും കാലത്ത് ഇവിടെ എത്തുമെന്ന് ടെലഗ്രാം വന്നേക്കുന്നു. ഓ, അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്. ഇതിപ്പോ ഒരു രഹസ്യ കല്യാണം ആയി പോവോന്ന് ഞങ്ങൾക്കും പേടിയുണ്ടായിരുന്നേ. വിശ്വകുഞ്ഞിനെ ഞങ്ങൾ ചാക്കിട്ട് പിടിച്ചിരിക്കുകയാണെന്നൊക്കെയാ ഇവിടുത്തെ സംസാരം. പ്രശ്നം അതല്ല. അച്ഛനും അമ്മയ്ക്കും സുമിത്രയെ ഇഷ്ടമാണെന്നൊക്കെ ഞാൻ നുണ പറയുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞതു മുതൽ അരുത് അരുത് എന്നും പറഞ്ഞുകൊണ്ട് നിരവധി കത്തുകളും കമ്പികളും ഒക്കെ അവരിങ്ങോട്ട് അയച്ചതാ. പക്ഷേ ഞാൻ സുമിത്രയെ സ്നേഹിച്ചു പോയി, ഇഷ്ടപ്പെട്ടു പോയി. അപ്പോ അവര് വരുന്നത് കല്യാണം മുടക്കാനാണോ? നിങ്ങളുടെ നാക്കൊണ്ടൊന്നും പറയാതെ. മുടക്കാനൊന്നും വരികയല്ല. ലോകത്തിലെ ഒരു ശക്തിക്കും അങ്ങനെ വിശ്വനെ തടയാനൊന്നും പറ്റില്ല. അവർക്കൊറ്റ പ്രശ്നമേ ഉള്ളൂ, മകന്റെ ഭാര്യ വളരെ മോഡേൺ ആയിരിക്കണം. എന്റെ മോള് മോഡേൺ ആയിക്കോളും മോനെ. അത് ഞാൻ ആക്കിക്കോളാം. നാളെ അവര് സുമിത്രയെ ആദ്യമായി കാണുമ്പോ ഒരു അതൃപ്തി തോന്നരുത്. കല്യാണത്തിന് സുമിത്ര ഇടാൻ പോകുന്ന ആ ആഭരണങ്ങളൊക്കെ എനിക്കൊന്ന് കാണണം. എന്തേ? അല്ല, ഒന്ന് കാണാനാ. ഓ മൈ ഗോഡ്, ഇതൊന്നും എന്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടില്ല. എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ വെറും ആഭരണത്തിന്റെ പേരിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും തള്ളിപ്പറയേണ്ട ഒരു സ്ഥിതി എനിക്ക് വരരുതെന്ന് ആഗ്രഹമുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളൊന്ന് ചുമ്മാ ഇരുന്നേ, മോൻ പറയട്ടെ. പുറത്താരോടും പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. നാളെ സുമിത്രക്കിടാൻ വേണ്ടി ചെട്ടിയാർ ജ്വല്ലറിയിൽ ഏറ്റവും പുതിയ സ്റ്റൈലിലുള്ള ചില ഉരുപ്പടികൾ ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ആ കാശ് ഞാനാണ് മുടക്കിയതെന്ന് ഒരു മനുഷ്യജീവി പോലും അറിയരുത്. ഇല്ല ഇല്ല, അറിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ മോശം. അതൊന്നും വേണ്ട കുഞ്ഞെ. കല്യാണം കഴിഞ്ഞതിന് ശേഷം എത്ര വേണമെങ്കിലും വാങ്ങിക്കൊടുത്തു. അപ്പോ എന്റെ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ കൊച്ചാകുന്നതാണോ അച്ഛനിഷ്ടം? എന്നല്ല, അവൻ പറയട്ടെന്ന്. മോനിപ്പോ എന്താ വേണ്ടേ? ആഭരണങ്ങൾ കൊണ്ടുവന്നോളൂ, സുമിത്ര ഇട്ടോളൂ. അപ്പോ ഈ ഓൾഡ് മോഡൽ ആഭരണങ്ങൾക്ക് പകരം ഞാൻ മോഡേൺ ഓർണമെന്റ്സ് കൊണ്ടുവരാം. അതും ഇതും മാച്ച് ചെയ്യണമല്ലോ. ആയിക്കോട്ടെ. എന്റെ സ്റ്റാറ്റസിന്റെ പ്രശ്നമാണ്. ചെട്ടിയാർ ജ്വല്ലറിക്കാർ കട മൂടാതെ എന്നെ കാത്തിരിക്കുകയാണ്. അപ്പോ എല്ലാ ആഭരണങ്ങളും, അതും ഇതും മറ്റതും എല്ലാം ഞാൻ രാത്രി തന്നെ കൊണ്ടുവരാം. ഓക്കെ? ഗുഡ് ബൈ സുമിത്ര. ഐ എം സോറി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. അല്ല, സൗമ്യ കൊണ്ടുവന്നില്ലേ ചേച്ചി? അയ്യോ, അവക്ക് ഇന്ന് ഗവൺമെന്റ് പരീക്ഷയാ. ഇന്നൊരു ദിവസം പോണ്ടിയിരുന്നില്ല. രാമൻകുട്ടി ഒന്നും വന്നിട്ടില്ലേ? അമ്പലത്തിൽ ഒരാൾ നേരത്തെ പോണം. ഞാൻ പോകുമെന്നെ. ആയിട്ടില്ല, ഞാൻ പറയാം. 10നും 10:30 ഇടയ്ക്കല്ലേ മുഹൂർത്തം? 10:30 വരെ രാഹുല, അതിന് ശേഷമാവും. ഓഹോ, ചെറുക്കന്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഏതായാലും തമിഴ്നാട് ആയതുകൊണ്ട് കരയോക്കാരുടെ നിരകലില്ല.
ശരി ശരി അതെല്ലാം പോയാ ആ വാങ്ങമ്മ വാങ്ങ വിഷുവിന്റെ കയ്യിൽ നിന്ന് മാലയും മലയൊക്കെ ഇനി വാങ്ങിച്ചേ സമയായി. ആ ശരിയാ. അമ്പലത്തിൽ പോണം. ബുക്കയും മാലയും ഒക്കെ അവിടെ കൊണ്ടുവരാൻ ഏർപ്പാട്. ചേട്ടാ ചേട്ടൻ അതിനെ കുറിച്ച് ഒട്ടും വിഷമിക്കണ്ട, ഞാൻ പോയിക്കോളാം. മുകുന്ദൻ ഇവിടെ നിൽക്കുകയാണോ? അങ്ങോട്ട് വാ. വിശ്വൻ എവിടെ? വിശ്വൻ വിശ്വൻ ഞാൻ രാവിലെ എണീറ്റ് നോക്കിയപ്പോ കണ്ടില്ല. ചിലപ്പോ ഇന്നലെ രാത്രി ഇത് കിട്ടിക്കാണില്ലായിരിക്കും. എന്ത് ആഭരണങ്ങള് മുകുന്ദനോട് പറയാമല്ലോ. സുമിത്ര പരിഷ്കാരമുള്ള ആഭരണങ്ങൾ ഇട്ട് കാണണമെന്ന് വിശ്വന് വലിയ നിർബന്ധം. അവനും അവൾക്ക് വേണ്ടി പുതുതായി എന്തൊക്കെ വാങ്ങിയിട്ടുണ്ട്. അവളുടെ പഴയ ആഭരണങ്ങളൊക്കെ കൊണ്ടുപോയി പുതിയ മോഡലാക്കി മാറ്റാൻ. എപ്പോ കൊണ്ടുപോയി? രാത്രിയില്. മോനൊന്ന് നോക്ക്, ചിലപ്പോ അവന്റെ പെട്ടിയിലോ മറ്റോ വെച്ചിട്ടുണ്ടാവും. സമയമായി, അതുകൊണ്ടാ. ഞാൻ നോക്കാം. വിസയ്ക്ക് വേണ്ടി കൊടുത്തത് 27/8/87 കൊടുത്ത 2000, 11/9/87 കൊടുത്ത 5000, 20/12/87 കൊടുത്ത 10000. വിസയോ? പ്രിയ വിശ്വേട്ട, കത്തയക്കാത്തത് എന്ത്? എന്നെയും കൊച്ചിനെയും മറന്നോ? ഇയാൾ തന്നെയല്ലേ ഇൻസ്പെക്ടർ റിപ്പർ? റിപ്പർ തന്നെ. നമുക്ക് ചില്ലറ അബദ്ധങ്ങളെല്ലാം പറ്റിപ്പോയി സാർ. സാറിന്റെ 2 കേസുകളിലായി 3 നിരപരാധികളെ എനിക്ക് ഇരിക്കേണ്ടി വന്നത്. എല്ലാ സത്യവും വെളിവായിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളി മറ്റാരുമല്ല, സാറിന്റെ അസിസ്റ്റന്റ് മാനേജർ വിശ്വനാഥ്. അപ്പോ റിപ്പർ? അയാൾ റിപ്പറൊന്നുമല്ല, ഒരു പാവം എക്സ് മിലിറ്ററിക്കാരൻ. അന്നത്തെ 10,000ന്റെ കേസിന് സുരേന്ദ്രനെ വിളിച്ച വിശദമായി സംസാരിച്ചു. അതിന്റെ പിന്നിലും വിശ്വനാഥനായിരുന്നു. നായരെ കൊണ്ട് ചെക്ക് മാറ്റിച്ചതാ. ചിലപ്പോ യഥാർത്ഥ റിപ്പർ അവനായിരിക്കും. ഞാൻ കാണിച്ചത് ആകെ വിഡ്ഢിത്തമായി. നമുക്ക് തിരുത്തണം. സാർ വരണം. എങ്ങനെ ഇவ்வளவு താമസം? രാഹുകാലവും കഴിഞ്ഞു. ഒന്നിങ്ങോട്ട് വരാൻ. നിങ്ങളിങ്ങനെ നിന്നാ മതിയോ? എവിടെങ്കിലും പോയെന്ന് അന്വേഷിക്കും മനുഷ്യ. ഉണ്ടാകുകൊണ്ടങ്ങനെ ഇരുന്നോ? ചെറുക്കനെ അന്വേഷിച്ച് ഈ മുഹൂർത്ത നേരത്ത് ഞാൻ നാർന്നുള്ള അലയണമെന്നാണ്. എനിക്ക് വയ്യ എന്റെ ഈശ്വര. എന്റെ കുഞ്ഞിന്റെ തലയിലെഴുത്തിട്ടാണോ? സത്യം പറയാമല്ലോ, എനിക്കിഷ്ടമുണ്ടായിട്ടല്ല ഈ ആലോചന നടന്നത്. എന്റെ മോളുടെ കയ്യിലും കഴുത്തിലും കിടന്ന ആഭരണങ്ങൾ മുഴുവൻ ഇന്നലെ രാത്രി വാങ്ങിച്ചുകൊണ്ടുപോയി. ആര്? ചെറുക്കൻ തന്നെ. എന്താ മേനു സാറേ നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല എന്റെ ഔസപ്പെ. ഞങ്ങളുടെ ബുദ്ധിയില്ലായ്മ കാരണം എന്റെ മോളുടെ ജീവിതം. കരയാതിരിക്കേ. മേനു സാറിന് എന്നോട് വിഷമം തോന്നരുത്. വിഡ്ഢിത്തായിപ്പോയി, മഹാവിഡ്ഢിത്തായിപ്പോയി. അയ്യേ. എന്നാലും ഊരും പേരും ഇല്ലാത്ത ഒരുത്തരെ പിടിച്ച് ഇങ്ങനെ സ്വന്തം മോളെ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ആദ്യം മുതലേ എനിക്ക് അവന് സംശയം ഉണ്ടായിരുന്നു. നമ്മളിവിടെ ആർക്കും വിശ്വാസമില്ലല്ലോ. അവന്റെ അമ്മൂമ്മയുടെ മന്ത്രി, അമ്മയുടെ നായരും. മുഹൂർത്തം തെറ്റാൻ പോകുന്നു. അല്ല, ഇത്രയൊക്കെ ആയിട്ടും ആ മുകുന്ദൻ ഈ വഴിക്കൊന്നും വന്നില്ലല്ലോ. ഏവനും അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ചതി, സംശയമില്ല. അവൻ കള്ളനാന്ന് തെളിയിച്ചല്ലേ? ചുമ്മാതല്ല പോലീസ് പിടിച്ചത്. എടോ, ഞാനൊരു പെണ്ണിനെ പോറ്റുന്നവനാ. ഒരു പെൺകുട്ടിയുടെ ജീവിതം കൊണ്ടല്ല തമാശ കളിക്കേണ്ടത്, മനസ്സിലായോ? ഇതിനൊരു തീരുമാനം എടുത്ത് അടങ്ങാൻ പാടുള്ളൂ. വരൂ. ഇത് ഈ തെരുവിൽ തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടായിപ്പോ. ഒരു പെരുങ്കള്ളനെ പിടിച്ച് മകളുടെ ഭർത്താവൊക്കെ നമ്മളാരും പറഞ്ഞോ? പോവോ? പെണ്ണിന്റെ സർവ്വ ആഭരണങ്ങളും കൊണ്ടാ കടന്നു കളഞ്ഞിരിക്കുന്നു ചെക്കൻ. മുകുന്ദനും കള്ളനാ. ഇതുവരെ മുകുന്ദൻ ഇവിടെ കേറിയിട്ടുണ്ടോ? അവന്റെ അറിവോടെയാണ് ഇതെല്ലാം നടന്നിരിക്കുന്നെന്ന് ഉറപ്പാ. പിന്നെ നമ്മളിങ്ങനെ വായി പൊളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. മുകുന്ദനോട് ചോദിക്കണം, ചോദിച്ചേ പറ്റൂ. എന്തേ? വരി, അടച്ചിടോ. ഞാനിനി ജീവിച്ചിരിക്കില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ
ഇത് സാറിന്റെ പ്രശ്നമല്ല, ഈ തെരുവിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പ്രശ്നമാ, ഞങ്ങളുടെ പ്രശ്നമാ. എടാ കള്ള കഴിവറി, അവൻ എവിടെയെന്നാ ചോദിച്ചു? എനിക്കറിയില്ല. നാണമില്ലേ പാവത്തിനിട്ട് തല്ലാൻ? ഇവന്റെ കൂട്ടുകാരൻ ആ പെൺകുട്ടിയുടെ ആഭരണം കൊണ്ട് കടന്നു കളഞ്ഞു. ഏത് കൂട്ടുകാരൻ? സാർ, പെണ്ണിനെ കെട്ടാമെന്ന് പറഞ്ഞ് ചെറുക്കൻ വിശ്വനാഥൻ, ഇവനും കൂടി ചേർന്നുകൊണ്ടാണ് ഈ നാടൻ നടത്തിയത്. അല്ലെന്ന് ഞങ്ങൾക്കറിയാം. ആണെന്റെ സാറേ, കാശ് പറ്റി ചാത്തായവനാ ഇവനും. ഇവൻ ചില്ലറക്കാരനൊന്നല്ല. സ്വന്തം കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി ഈ പാവം കുറ്റങ്ങളെല്ലാം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു. ഒരാളെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തല്ലിച്ചതക്കാൻ ആരാ അധികാരം തന്നത്? പറയണം. ആഭരണം കൊണ്ടുപോയാൽ അന്വേഷിക്കാൻ ആരെങ്കിലും മെനക്കെട്ടോ? റാസ്കൽസ് തല്ലാനെത്തിയിരിക്കുന്നു. അവൻ ആരാണെന്നറിയാമോ? ഇക്കാണുന്ന മനുഷ്യരെ മുഴുവൻ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സാമൂഹ്യ ദ്രോഹിയാണ്. കുമാരൻ നായർ, നമുക്ക് ഉടനെ പുറപ്പെടണം. അവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് പിടിക്കാം. എനിക്ക് വിഷമമുണ്ട്. നമുക്ക് ഇനിയും കാണാം. ഫോൺ വന്നിട്ടുണ്ട്. ഹലോ. ആ, മൂന്നും തന്നെ. ഓ, അവിടെ കല്യാണ ചെറുക്കനെ തെരുവിലെ ആൾക്കാർ അന്വേഷിക്കുമ്പോ ദുബായിലേക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു. നിങ്ങളെ കണ്ടോ? ഏയ്. Your attention please. All the passengers proceeding to Bombay are requested for security check immediately. നിന്റെ ഭാര്യ നിനക്ക് അയച്ച കത്ത് ഞാൻ കണ്ടു. എന്നിട്ടൊരു പാവം പെണ്ണിനെ കല്യാണം കഴിച്ചോളാന്ന് വ്യാമോഹിപ്പിച്ച് അവളുടെ ആഭരണം തട്ടിയെടുത്ത് ദുബായിലേക്ക് കിടക്കാൻ നോക്കണോ? എന്താടാ?
I'm sorry, sir. Sorry. മുകുന്ദ എന്നോട് കളിക്കരുത്, എന്നെ തല്ലരുത്. നീ ഡ്രൈവറുടെ ഭാര്യയ്ക്ക് പ്രേമലേഖനം എഴുതിയ കാര്യം ഞാൻ പരസ്യപ്പെടുത്തോടാ. മിനിസ്റ്റർ മുത്തുകൃഷ്ണനോട് പറഞ്ഞ് കോഫെ പോസെ നിയമപ്രകാരം നിന്നെ അകത്താക്കൂടാ. പോകുന്ന ഞാൻ ദുബായ് പോകുന്നത് നിനക്കു കൂടി വേണ്ടിയായിരുന്നടാ. ഈ സിറ്റിയിൽ നിനക്ക് സ്വന്തമായ ഒരു വീട്, ഒരു മാരുതി കാറ്, അതൊക്കെ ആയിരുന്നില്ലടാ നിന്റെ സ്വപ്നം. പണ്ട് നമ്മൾ യുപി സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചിരുന്ന ആ കാലം അപ്പോ ഒന്നും നിനക്ക് കേൾക്കുന്നില്ല അല്ലേ? മൂന്ന എന്റെ ഭാര്യയും കുഞ്ഞിനെയും ഓർത്തെങ്കിലും നീ എന്നെ കൊല്ലരുത് മൂന്ന. അവരെ ഓർത്ത് ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നു. അവന്റെ ഒരു ദുബായ്. ഇത് ഞാൻ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നീ എന്നെ നന്നായനെ. ഇനി എന്റെ മോളെ ആരാ കല്യാണം കഴിക്കുക? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? സുമിത്രയെ ഞാൻ കെട്ടിക്കൊള്ളാം. മോഹൻദേട്ടൻ എന്തിനാ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞത്? വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. അത്രയും വലിയ ഒരു ത്യാഗമൊന്നും മോഹൻദേട്ടൻ ചെയ്യണ്ട. സഹതാപവും ത്യാഗമൊന്നുമല്ല. പിന്നെ പിന്നെ എനിക്ക് സുമിത്ര ഇഷ്ടമാണ്. അതുകൊണ്ടാ. ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കൽ വിചാരിച്ചിരുന്നു. ഇനി വേണ്ട മോഹൻദേട്ട. ഇഷ്ടമായിരുന്നെങ്കിൽ മറ്റൊരാളുമായി എന്റെ കല്യാണം നിശ്ചയിക്കുമോ? ശരിയാണ്. എന്റെ ആഗ്രഹം വെളിപ്പെടുത്താൻ ധൈര്യം ഉണ്ടായില്ല. മുകുന്ദേട്ടൻ ഒരിക്കലെങ്കിലും എന്നോട് സ്നേഹമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയാൻ കഴിഞ്ഞില്ല. എത്രയോ രാത്രികളിൽ ഞാൻ ഉറങ്ങാതിരുന്ന് സുമിത്രയ്ക്ക് കത്തുകൾ എഴുതി. എത്രയോ പ്രാവശ്യം സുമിത്രയെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ തുനിഞ്ഞു. കഴിഞ്ഞില്ല. സുമിത്രയ്ക്ക് എന്നെ ഇഷ്ടപ്പെടില്ലേ എന്നുള്ള സംശയം, ഭയം. ഇപ്പോ ഞാൻ സുമിത്രയോട് ചോദിക്കുക, വളരെ വളരെ വൈകിപ്പോയ ഒരു ചോദ്യം. സുമിത്രയ്ക്ക് എന്നെ ഇഷ്ടമാണോ? ഒരു 100 തവണ കേൾക്കാൻ ആഗ്രഹിച്ച ചോദ്യമാണത്. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു കൂട്ടാളി തീർത്തു വെച്ചു. നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വെച്ചു.